വിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും കരിമ്പടത്തിനുള്ളിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയിരുന്ന ഒരു സമുദായത്തെ ആ കരിമ്പടത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് മുജാഹിദ് പണ്ഡിതന്മാരാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് മഹല്ലുകളിൽ നിന്ന് ബഹിഷ്കരണങ്ങളും പീഡനങ്ങളും യാതനകളും കോഴിമുട്ട കൊണ്ടുള്ള ഏറും ബോംബ് സ്ഫോടനങ്ങൾ വരെ ഏറ്റുകൊണ്ടാണ് ഈ തൗഹീദിന്റെ പ്രകാശവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഈ കേരളക്കരയിൽ ഇന്ന് കാണുന്ന ഒരു പ്രബുദ്ധതയിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ പിന്തുടർച്ച എന്ന നിലക്ക് തന്നെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനെ കവച്ചു വെച്ചുകൊണ്ട് ഇവിടെ മറ്റു പല ആളുകളുമാണ് മരണപ്പെട്ടു പോയ ആളുകളാണ്, ഈ ലോകത്തിന്റെ നിയന്ത്രണം അവരുടെ കൈകളിലാണ് എന്നും അതേപോലെ തന്നെ ഫ്ലൈറ്റുകളെ പോലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് എന്നൊക്കെ തട്ടിവിടുകയും അത് വിശ്വസിക്കുന്ന ഒരു പാമര സമൂഹം ഈ സമുദായത്തിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ സാധാരണക്കാരെ നമുക്ക് കുറ്റം പറഞ്ഞുകൂടാ. ഞങ്ങൾ ഇന്ന തറവാട്ടുകാർ, ആ തറവാട്ടിൽ നിന്ന് കല്യാണം പറ്റൂല, ഈ തറവാട്ടിൽ നിന്ന് കല്യാണം പറ്റൂല, ഞങ്ങളെ തറവാട്. എന്താണ് നമ്മുടെ തറവാട്? എന്താണ് നമ്മുടെ തറവാട്? നമുക്കൊരൊറ്റ വീടാണുള്ളത്, ഖബർ എന്ന വീട്. മണ്ണാണ് നമ്മുടെ തറവാട്. ആ മണ്ണിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി വെക്കാനുള്ളതും. ഇന്ന കുടുംബക്കാർ, അതുകൊണ്ട് ഖബറിൽ വെക്കണ്ട, മണ്ണിൽ വെക്കണ്ട എന്ന് പറയൂല. എല്ലാം കൊണ്ടുപോയി വെക്കാനുള്ളത് മണ്ണിലാണ്. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് കണക്കെടുപ്പിന് വന്നാൽ ഈ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുട്ടി പോലും പിന്നെ നമ്മളെ പേര് പറയൂല. ഇന്നലെ വരെ നാട്ടിലെ കാരണവരാണ്, വീട്ടിലെ കാരണവരാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എണ്ണമായിട്ട് പോലും നമ്മളില്ല. കിടന്ന കട്ടിൽ വരെ കുടുംബക്കാരെ കെടുക്കും. ആ കിടന്ന കട്ടിലും റൂമും അതെല്ലാം കഴുകി വൃത്തിയാക്കും. ചില ആളുകൾ ആ കുളിപ്പിച്ച സോപ്പ് വരെ പിന്നെ എടുക്കൂല. ഒന്നുമില്ല, എല്ലാം കടിഞ്ഞു. മണ്ണിൽ വെക്കുന്ന മയ്യത്താണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് തറവാടിന്റെ പേരിൽ, കുലത്തിന്റെ പേരിൽ മഹിമ നടിക്കേണ്ടതില്ല.